ഈ വർഷത്തെ SSLC പരീക്ഷാഫലം കാത്തിരിക്കുകയാണോ? നേരത്തെ നിശ്ചയിച്ചിരുന്നതുപോലെ മെയ് 15 തന്നെ ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. പ്രഖ്യാപനം വൈകിയാൽ വിദ്യാർത്ഥികളെ അത് ബാധിക്കും. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. UDF മന്ത്രിസഭ അധികാരമേൽക്കാത്ത പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചേർന്ന് ഫലം പ്രഖ്യാപിക്കുന്നത്. സാധാരണ നിലയിൽ മന്ത്രിയായിരിക്കും ഫലം പ്രഖ്യാപിക്കാറുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനമുണ്ടാവുക. പരീക്ഷാഫലം വിലയിരുത്തിയ പരീക്ഷാ ബോർഡ് യോഗമാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച SSLC ഫലം പ്രഖ്യാപിക്കുന്നതിന് ചീഫ് സെക്രട്ടറി അനുമതിയും നൽകിക്കഴിഞ്ഞു. ഫലം വൈകുന്നത് വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കുമെന്ന ആശങ്ക നിലനിന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഫലം പ്രഖ്യാപിക്കുന്നതിനായുള്ള നടപടികൾ വേഗത്തിലാക്കിയത്. 15 തന്നെ ഫലപ്രഖ്യാപനം നടത്തണമെന്ന് അധ്യാപക സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു. പ്രഖ്യാപനം വൈകിയാൽ പ്രവേശനമടക്കം തുടർ നടപടികളെ ബാധിക്കുമെന്നും സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് കാലത്തും അന്നത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായിരുന്നു ഫലം പ്രഖ്യാപിച്ചത്. സമാനമായ രീതിയാണ് ഇത്തവണയുമുള്ളത്. കേരളത്തിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുന്നത് 4,17,497 കുട്ടികളാണ്. ഗൾഫ് മേഖലയിൽ 633 കുട്ടികളും ലക്ഷദ്വീപിൽ 386 പേരുമാണ് പരീക്ഷാഫലം കാത്തുനിൽക്കുന്നത്. മാത്രമല്ല, ഇത്തവണ റിസൾട്ടുകൾ നേരെ ചിത്രമായോ PDF ആയോ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാനും ഈ വർഷം പുതുതായി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നിർബന്ധമായ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് മുൻഗണന നൽകി പുതിയ സർക്കുലർ പുറത്തിറക്കും. ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഈയൊരു തീരുമാനം. സുരക്ഷാ കാര്യങ്ങളിൽ യാതൊരു ഇളവും ഉണ്ടാകരുതെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. അടുത്ത 2 ആഴ്ച സ്കൂളുകളിൽ ജില്ലാ കളക്ടർമാർ നിരീക്ഷിക്കാനും പരിശോധനകൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.